ചൈന വമ്പൻ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നാവിക കരുത്ത് കൂട്ടുകയാണ്. ചൈന ഈയിടെ തങ്ങളുടെ നാവികസേനയ്ക്ക് ഒരു തകർപ്പൻ കൂട്ടിച്ചേർക്കൽ അവതരിപ്പിച്ചു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. ടൈപ്പ് 076 ഡ്രോൺ കാരിയർ ലോകത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ്. അതേപോലെ തന്നെ യുലാൻ ക്ലാസ് ലാൻഡിംഗ് ഹെലികോപ്റ്റർ അസാൾട്ട് ഷിപ്പ് നിലവിൽ ചാങ്സിംഗ് ദ്വീപ് കപ്പൽ നിർമ്മാണ ബേസിൽ നിർമ്മാണത്തിലാണ്. യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ചൈനയുടെ പ്രതിബദ്ധതയെ ഇത് അടിവരയിടുന്നുണ്ട്. കൂടാതെ പ്രാദേശിക സുരക്ഷയിൽ പ്രത്യേകിച്ച് തായ്വാനിലും ദക്ഷിണ ചൈന കടലിലും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ടൈപ്പ് 076ലെ നൂതന സാങ്കേതിക വിദ്യ US നേവിയുടെ ഫോർഡ് ക്ലാസ് കാരിയറുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റത്തിന് സമാനമായ അത്യാധുനിക കാറ്റൽപൾട്ട് സംവിധാനമാണ്. അതാണ് ഈ ടൈപ്പ് 076ൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ F-35B പോലെയുള്ള വെർട്ടിക്കൽ ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങളുടെ കാര്യക്ഷമമായ വിന്യാസം അനുവദിക്കുന്നുണ്ട്. പരമ്പരാഗത ആംഫിബിയസ് ആക്രമണ കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി ടൈപ്പ് 06ലേക്ക് EMALS-ന്റെ സംയോജനം ഉഭയജീവി പ്രവർത്തനങ്ങളിൽ വ്യോമ പിന്തുണ നൽകുന്നതിനുള്ള ഒരു പുതിയ സമീപനത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വേഗത്തിലും കൂടുതൽ വൈവിധ്യമാർന്ന വ്യോമാസ്തികളുടെ വിന്യാസവും സാധ്യമാക്കുന്നുണ്ട്. തായ്വാനിലും ദക്ഷിണ ചൈന കടലിലും തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ ചൈന ഉണ്ടാക്കുന്നു എന്നൊരു വിവരവുമുണ്ട്. അതിലേക്ക് വരുമ്പോൾ ടൈപ്പ് 076ന്റെ വികസനത്തിന് കാര്യമായ തന്ത്രപ്രധാനമായ പ്രത്യാഘാതങ്ങളുമുണ്ട്. നിരീക്ഷണം, ഇലക്ട്രോണിക് യുദ്ധം, നേരിട്ടുള്ള സ്ട്രൈക്കുകൾ എന്നിവയുൾപ്പെടെയുള്ള റോളുകൾക്കായി ആളില്ലാ ആകാശവാഹനങ്ങൾ വിക്ഷേപിക്കുവാനുള്ള കപ്പലിന്റെ ശേഷി തായ്വാൻ പോലെയുള്ള തർക്ക പ്രദേശങ്ങളിൽ ചൈനയുടെ പ്രവർത്തന ശേഷി കൂട്ടും. ഈ മുന്നേറ്റം അത്യാധുനിക സൈനിക പ്രവർത്തനങ്ങൾ നടത്താനും ശത്രു പ്രതിരോധത്തെ തടസ്സപ്പെടുത്താനുമുള്ള ചൈനയുടെ കഴിവ് മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിർണായകമാണ്. ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസുമായും മറ്റ് രാജ്യങ്ങളുമായും ചൈന നിലനിൽക്കുന്ന പ്രാദേശിക തർക്കങ്ങൾ നേരിടുന്നിടത്ത് ടൈപ്പ് 076ന് അതിന്റെ പവർ പ്രൊജക്ഷൻ ശക്തിപ്പെടുത്താനും തർക്കമുള്ള ജലത്തിന്മേൽ നിയന്ത്രണം സ്ഥാപിക്കാനും കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഈ വികസിത കപ്പലിന്റെ സാന്നിധ്യം ശക്തിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചേക്കാം. തന്ത്രപരമായ സാന്നിധ്യം നിലനിർത്തുന്നതിനും സെക്കൻഡ് തോമസ് ഷോൾ പോലെയുള്ള ഉയർന്ന പിരിമുറുക്കമുള്ള പ്രദേശങ്ങളിലെ ഭീഷണികളെ അഭിസംബോധന ചെയ്യുന്നതിനും ചൈനയ്ക്ക് ഒരു പ്രധാന ഉപകരണം നൽകുന്നു. നാവികശേഷികളുടെ ആഗോള താരതമ്യം നോക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ നാവിക ആസ്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൈനയുടെ ടൈപ്പ് 076 ഡ്രോൺ കാരിയർ അവതരിപ്പിച്ചത് വളരെ ശ്രദ്ധേയമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വിപുലമായ ഡ്രോൺ സാങ്കേതിക വിദ്യയും MQ-25 സ്റ്റിംഗ്രേ പോലെയുള്ള വാഹക ശേഷികളും ഉണ്ടെങ്കിലും ഇവ സമർപ്പിത ഡ്രോൺ കാരിയറുകളെക്കാൾ പരമ്പരാഗത വിമാനവാഹിനി കപ്പലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ UK-യിലും ഫ്രാൻസിലും അത്യാധുനിക വിമാനവാഹിനി കപ്പലുകളുണ്ട്. എന്നാൽ ടൈപ്പ് 076ന്റെ പരിധിയിൽ ഡ്രോൺ വിക്ഷേപണ ശേഷികൾ സംയോജിപ്പിച്ചിട്ടില്ല. ഇൻഡോ പസഫിക് മേഖലയിലെ പ്രധാന കളിക്കാരായ ജപ്പാനും ദക്ഷിണ കൊറിയയും തങ്ങളുടെ നാവികസേനയെ നവീകരിക്കുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഡ്രോൺ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമുകൾ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല. പ്രാദേശിക സൈനിക തന്ത്രങ്ങളിൽ സാധ്യമായ സ്വാധീനം ചൈന ചെലുത്തുമെന്നും പറയുന്നുണ്ട്. ടൈപ്പ് 076ന്റെ അരങ്ങേറ്റം ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കിടയിലെ സൈനിക തന്ത്രങ്ങളുടെ പുനർമൂല്യനിർണ്ണയത്തിന് പ്രേരിപ്പിച്ചേക്കാം. ദക്ഷിണ ചൈന കടലിൽ മത്സരിക്കുന്ന ക്ലെയിമുകളോ ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങിയ തായ്വാനുമായി ശക്തമായ ബന്ധമോ ഉള്ള രാജ്യങ്ങൾ ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകളെ സന്തുലിതമാക്കുന്നതിന് അവരുടെ നാവിക നവീകരണ ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തുകയോ തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയോ ചെയ്യേണ്ടതുണ്ട് എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. റീജിയണൽ സെക്യൂരിറ്റി ഡൈനാമിക്സിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഫോഴ്സ് മൾട്ടിപ്ലയറിനെയാണ് ടൈപ്പ് 076 പ്രതിനിധീകരിക്കുന്നത്. ഉയർന്നു വരുന്ന ആശയങ്ങളും ഊഹാപോഹങ്ങളും കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ടൈപ്പ് 076ന് പുറമെ ചൈനയുടെ 708ാമത് ഷിപ്പ് ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തീരസംരക്ഷണത്തെ പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു വലിയ മാതൃകപ്പൽ എന്ന ആശയം അവതരിപ്പിച്ചു. ഓഗസ്റ്റ് 8-ന് പ്രഖ്യാപിച്ച ഈ കപ്പൽ ഒന്നുകിൽ വിമാനവാഹിനി കപ്പലോ ഡ്രോൺ പ്ലാറ്റ്ഫോമായോ ആണെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. മദർഷിപ്പ് വിദൂര കടലുകളിൽ കോസ്റ്റ് ഗാർഡ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. എന്നിരുന്നാലും അതിന്റെ കൃത്യമായ പങ്കും കഴിവുകളും വ്യക്തമല്ല എന്നത് അടിവരയിടണം. റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ മുൻ US നേവി ഇന്റലിജൻസ് ഓഫീസർ ജോൺ മൈക്കൽ ഡാം വ്യക്തമായി ചില വിവരങ്ങൾ പറയുന്നുണ്ട്. ഒരു കപ്പലിന്റെ വലിപ്പവും സ്ഥാനചലനവും നേരിട്ട് കഴിവുകളിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്. ഒരു വലിയ കപ്പൽ എന്നാൽ കൂടുതൽ ആളുകൾ, കൂടുതൽ ആയുധങ്ങൾ, കൂടുതൽ ഇന്ധനം, കൂടുതൽ സഹിഷ്ണുത, കൂടുതൽ ദൂരപരിധി എന്നിവ അർത്ഥമാക്കുന്നുണ്ട്. എന്തായാലും ചൈന രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മെച്ചപ്പെട്ട നീക്കങ്ങളിലൂടെ എല്ലാത്തിലും ആധിപത്യം സ്ഥാപിക്കുക, ഒന്നാമതെത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് അവരുടെ പോക്ക്. മറ്റു രാജ്യങ്ങൾ ചൈനയെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്.